പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സൂറത്തുൽ അൻഫാലിലെ ഒരു വളരെ മനോഹരമായ ആയത്താണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഓതി വെച്ചത്. വത്തഖൂ ഫിത്ന, നിങ്ങൾ ഫിത്നയെ ഭയക്കണേ. ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. ഫിത്ന ഇറങ്ങുമ്പോൾ അതൊരു സമൂഹത്തിന് മാത്രമായി അല്ല അല്ലാഹു ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ വഅലമൂ, നിങ്ങൾ അറിയണം, അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹുവിന്റെ ശിക്ഷ വളരെ ഭയാനകവും നമുക്കൊന്നും ഏൽക്കാൻ കഴിയാത്തതുമായ വളരെ ഭയാനകരമാണെന്ന് അല്ലാഹു അവന്റെ വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ അൻഫാലിലൂടെ പറയുകയാണ്. ഈ ആയത്തിന്റെ സബബുൻ നുസൂൽ, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് മഹാനായ സൈനബ് റളിയല്ലാഹു അൻഹ, മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് അനുഹ്ലക്കും വഫീനാ അസ്സാലിഹൂൻ, സ്വാലിഹീങ്ങളായ ആളുകൾ ഉണ്ടായിരിക്കെ ഇത്രത്തോളം വലിയ ഭീകരതകൾ, ഫിത്നകൾ അവർക്കുമേൽ എങ്ങനെയാണ് അല്ലാഹുവിൽ നിന്ന് ഇറങ്ങുക യാ റസൂലല്ലാഹ് എന്ന് മഹദി സൈനബ് റളിയല്ലാഹു അൻഹ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുമ്പോൾ, നഅം, അങ്ങനെ സ്വാലിഹീങ്ങൾ ആ കൂട്ടത്തിൽ ഉണ്ടെങ്കിലും അവിടെ ഫിത്ന ഇറങ്ങും. ഇദാ കഫറൽ ഖബസു, അവിടെ തെമ്മാടിത്തരം, സമൂഹത്തിൽ ജീർണതകൾ അധികരിച്ചു വന്നാൽ അവരുടെ മേൽ ഈ കാര്യം ഇറങ്ങുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ജീർണതകൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. എൻ്റെ സമുദായം 5 കാര്യങ്ങളെ ഹലാലാക്കി കളഞ്ഞാൽ, 5 കാര്യങ്ങൾ അവർ അനുവദനീയമാണ് എന്ന ഒരു കാലഘട്ടത്തിലേക്ക് അവർ ആ സമുദായം, ആ സമൂഹം കടന്നു വന്നാൽ അവരുടെ ഇടയിലേക്കാണ് അല്ലാഹു അവരുടെ മേൽ നഷ്ടങ്ങൾ, അവർക്ക് സഹിക്കാനാവാത്ത നഷ്ടങ്ങൾ അല്ലാഹു അവരുടെ മേൽ ഇറക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹറാമിനെ ഹലാലാക്കുക ഒരു ഹലാലായ കാര്യമാണെന്ന് ധരിച്ചുകൊണ്ട് ലോകത്ത് മുഴുവൻ അതിനെ നന്മായി കാണുക, നല്ലതായി കാണുക, അത് നമ്മൾ ചെയ്താൽ കുഴപ്പമില്ല എന്ന് കാണുക. അങ്ങനെ ഒരു സമൂഹം ആഗതമായാൽ അവരുടെ മേൽ ഫഅലൈഹി ദിമാർ, നാശങ്ങൾ വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ആദ്യമായി പറഞ്ഞത് ഇദാ തളാഹറ തലാഹു, നിങ്ങളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപങ്ങൾ ഉടലെടുത്തു കഴിഞ്ഞാൽ നിങ്ങളിൽ ഫിത്ന ഇറക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നിങ്ങൾ ഇന്ന് പത്രമാധ്യമങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര വിദ്വേഷങ്ങളുടെയും വിധ്വംസക പ്രവർത്തനങ്ങളുടെയും മൂലമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ വേണ്ടാത്ത അവസരത്തിൽ നമ്മളായി തന്നെ ഫിത്ന സൃഷ്ടിച്ചുകൊണ്ട് പിന്നീട് അത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കാണെങ്കിലും ശരി, മറ്റു സാമുദായിക സംഘടനകൾക്കാണെങ്കിലും ശരി, മറ്റു സമുദായങ്ങൾക്കാണെങ്കിലും ശരി, അവിടെയൊക്കെ അവർക്ക് വിധ്വംസക പ്രവർത്തനങ്ങളെ സൃഷ്ടിച്ചു വെച്ചുകൊണ്ട് ഒരു വലിയ ഒരു കൊലപാതകത്തിലേക്ക്, പിന്നീട് കൊന്നവൻ എന്തിനാണ് ഞാൻ കൊല്ലപ്പെട്ടതെന്നോ കൊല്ലപ്പെട്ടവൻ എന്തിനാണ് കൊന്നതെന്നോ അറിയാത്ത ഒരു കാലഘട്ടം. നമ്മൾ ഇന്നലെ മിഞ്ഞാന്ന് പത്രമാധ്യമങ്ങളിലൂടെ ഒരു പോലീസ് ഓഫീസർ ആത്മഹത്യ ചെയ്യപ്പെടേണ്ടി വന്ന വളരെ ദാരുണകരമായ സംഭവം നമ്മളൊക്കെ വായിച്ചു. എന്തായിരുന്നു അതിന്റെയൊക്കെ പിന്നാമ്പുറം? അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപങ്ങൾ ചൊരിഞ്ഞ് അവസാനം ബ്ലാക്ക് മെയിലിലൂടെ ഒരു പോലീസ് സൂപ്രണ്ടിനെ വരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു വളരെ കിരാതമായ ഒരു കാലഘട്ടത്തിന്റെ നടുവിനാണ് എന്റെ പ്രിയപ്പെട്ട സമൂഹമേ നമ്മൾ ജീവിച്ചു പോകുന്നത്. ഇസ്ലാം ഇതൊക്കെ മുന്നേ പറഞ്ഞതാണ്.
അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കൊലപാതകത്തിലേക്ക് കൈവയ്ക്കുന്നതിന് മുമ്പ് അതിന് മുമ്പുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്ഷേപങ്ങൾ. ഒരാളെയും ആക്ഷേപിക്കാൻ ഒരു മുഅ്മിനായ മനുഷ്യന് അധികാരമില്ല. അതിനപ്പുറം ഒരാൾ കൊന്നാൽ ഇസ്ലാം വളരെ ക്ലാരിഫിക്കേഷൻ ആയിക്കൊണ്ട് തന്നെയാണ് അവിടെ പറഞ്ഞത്. ഒരാളെ കൊന്നാൽ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊന്നതിന് തുല്യമാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നു. ഒരാളെ അന്യായമായി കൊലപ്പെടുത്തിയാൽ ആർക്കും ഇവിടെ ഒരാളുടെയും രക്തം ചിന്താൻ അവകാശമില്ല. അങ്ങനെ ഒരാളെ കൊലപ്പെടുത്തിയാൽ അവൻ മുഴുവൻ ജനങ്ങളെയും കൊലപ്പെടുത്തിയത് പോലെയാണ്. എന്നാലോ ഒരാളെ പ്രശ്നങ്ങളിൽപ്പെട്ട് അവനെ കേസും കൂട്ടവുമായി കടന്നു പോകുമ്പോൾ അവന്റെ തല പോകുന്ന ഒരു സന്ദർഭത്തിൽ അവനെ സംരക്ഷിച്ചെടുത്താൽ ന്യായമായ രീതിയിൽ ഒരു മനുഷ്യന്റെ ജീവൻ സംരക്ഷിച്ചാലോ അവൻ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ജീവൻ നൽകിയതുപോലെയാണ്, അതിന് തുല്യമാണെന്നാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ന്യായവും അന്യായവും നിർണയിക്കപ്പെടുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ചിന്തിക്കേണ്ട വളരെ അർത്ഥവത്തായ വരികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരസ്പരം ആക്ഷേപങ്ങൾ കടന്നു വന്നാൽ ആ സമുദായത്തിൽ സമൂഹത്തിൽ അല്ലാഹുവിന്റെ ഫിത്ന ഇറങ്ങുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വളരെ മൂല്യവത്തായ കാര്യങ്ങളുണ്ട്. ഇന്നൊക്കെ ആക്ഷേപങ്ങൾ കുടുംബങ്ങൾക്കിടയിൽ, വ്യക്തിവൈരാഗ്യങ്ങൾക്കിടയിൽ, രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ, അതുപോലെ സാമുദായിക സംഘടനകൾക്കിടയിൽ വ്യക്തിവൈരാഗ്യങ്ങൾക്ക് വേണ്ടി ആക്ഷേപങ്ങൾ പണിയുമ്പോൾ അതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് അത് നമ്മുടെ അടിത്തറയെയാണ് മാറ്റുന്നത് എന്നാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനോഹരമായ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അതിനുള്ള ഒരു കപ്പലിൽ കയറിയ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഒരു കപ്പലിൽ 2 വിഭാഗം ആളുകൾ കയറി. ഏറ്റവും മുകളിൽ ഒരു വിഭാഗം ആളുകൾ, താഴെ തട്ടി മറ്റൊരു വിഭാഗം ആളുകൾ. നബി തങ്ങൾ സഹാബികളോട് പറഞ്ഞു കൊടുത്ത കഥയാണ്, ഒരു ഗുണപാഠ സന്ദേശമാണ്. നബി തങ്ങൾ പറഞ്ഞു 2 വിഭാഗം ആളുകളാണ് കപ്പലിൽ ഉള്ളത്. ഒന്ന് മുകളിലെ നിലയിലുള്ള ആളുകൾ, രണ്ടാമത് കപ്പലിന്റെ താഴെയുള്ള ആളുകൾ. 2 തട്ടിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ യാത്രാമധ്യേ അവർക്ക് വെള്ളത്തിന് ആവശ്യമുണ്ട്. വെള്ളവും ആഹാരവും ആവശ്യം വന്നപ്പോൾ മുകളിലുള്ളവരോട് സഹായം ചോദിച്ചു. അങ്ങനെ മുകളിലുള്ളവർ ആദ്യമൊക്കെ അത് അംഗീകരിച്ചു കൊടുത്തെങ്കിലും പിന്നീട് അതിനെ തിരസ്കരിക്കാൻ തുടങ്ങിയപ്പോ താഴെയുള്ള ആ വിഭാഗം ആളുകൾ ശുദ്ധജലവും ഭക്ഷണവും മുകൾ തട്ടിലുള്ള ആളുകൾ അവഗണിച്ചപ്പോ താഴെ തട്ടിലുള്ള ആളുകൾ അവർ പറഞ്ഞു, നമുക്ക് ഈ താഴെ തട്ടിൽ, ഇതിന്റെ നേരെ താഴെയാണല്ലോ സമുദ്രജലം, ഈ താഴെ തട്ടിലിരിക്കുന്ന നമുക്ക് എന്താ, നമ്മുടെ കാലിന്റെ ചുവട്ടിൽ ഒരു തുള തുളച്ചാൽ ആ തുള തുളച്ചാൽ നമുക്ക് വേണ്ടുവോളം വെള്ളം കിട്ടുമല്ലോ. അതുപോലെ തന്നെ അതുവഴി നമുക്ക് ഭക്ഷണം പാകം ചെയ്യാനോ അല്ലെങ്കിൽ മത്സ്യങ്ങളെ പിടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ എന്ന് അവർ വിചാരിച്ചു പോയ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് നമ്മുടേതായ ഭാഗം നോക്കാമെന്ന് അവർ ചിന്തിച്ചു പോയ വളരെ ഒരു ഹാസ്യകരമായ കഥ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനെ സ്വഹാബികളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? ആ തുളച്ചാൽ ഒരു പക്ഷേ അവർക്ക് സഹായം നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ 2 ആൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം അത് 4 ആൾക്ക് വീതിക്കാമായിരുന്നുവെങ്കിലും അവർക്ക് ജീവിച്ചു പോകാമായിരുന്നു. എന്നാൽ ഈ താഴെ തട്ടിലുള്ള ആളുകൾ തുളച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മുകളിലുള്ളവരും താഴെയുള്ളവരുടെയും ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന് പോകുന്ന ആ
ബോധ്യമാണ് നമുക്കൊക്കെ വേണ്ടത്. സമൂഹത്തിൽ ഒരു ഫിത്നയൊക്കെ പൊട്ടി പുറപ്പെടുമ്പോൾ അവിടെ നമ്മൾ ഒത്തൊരുമയാണ് നമുക്ക് ഏറ്റവും പ്രധാനമാകേണ്ടത്. അങ്ങനെ പ്രവാചകൻ ഒരു സമൂഹത്തിൽ ഇങ്ങനെ ഫിത്ന കടന്ന് അള്ളാഹുവിന്റെ ഫിത്ന ഇറങ്ങാനുള്ള കാരണങ്ങൾ പറഞ്ഞപ്പോ അതിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. കള്ളിന്റെ വിഷയം, കള്ളുകൂടി അധികരിച്ചാൽ അതുപോലെ ആഡംബരങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടത് നമ്മളൊക്കെ ഇന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നു. പുരുഷന് മതി എന്ന് പറയുന്ന കാലഘട്ടം വന്നാൽ, സ്ത്രീ അവൾ മതി, മറ്റൊരു പുരുഷൻ വേണ്ട എന്ന് പറയപ്പെടുന്ന ഒരു കാലഘട്ടം വന്നാൽ അവിടെയും നിങ്ങൾ അല്ലാഹുവിന്റെ ഫിത്നയെ ഭയക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ എന്താണ് ഈ വായിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോ കഴിഞ്ഞ മിനിഞ്ഞാന്നത്തെ മാധ്യമങ്ങളിലൂടെ 5 മാസം പ്രായമുള്ള നൊന്ത് പ്രസവിച്ച ഒരു പെൺകുഞ്ഞിനെ ആ മാതാവ് കൊലപ്പെടുത്തിയത് എന്തിനാണ്? ആൺ സുഹൃത്തിനോടൊപ്പം പോകാനല്ല, തന്റെ പെൺ സുഹൃത്തിനോടൊപ്പം പോകാനായിരുന്നു ഈ മാതാവ് 5 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന ദാരുണമായ വാർത്ത വായിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണുങ്ങൾ പറയാം, ഞങ്ങൾക്ക് പെൺ സുഹൃത്ത് മതി, മറ്റൊരു വിവാഹത്തിന്റെ നമ്മുടെ സാംസ്കാരികമായി നമ്മുടെ മതത്തിനപ്പുറത്ത് നിന്ന് നമ്മുടെ മഹത്തായ സംസ്കാരം കൊണ്ടുവന്ന ആ രീതി, വിവാഹ രീതി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണിനെ പെണ്ണ് തിരഞ്ഞെടുക്കുന്ന, ആണിനെ തിരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ നിങ്ങൾ അവിടെ അല്ലാഹുവിന്റെ വളരെയധികം വേദനാജനകമായ ഫിത്നയെ ഭയക്കണമേ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സമൂഹത്തിൽ വളരെ ഗൗരവമായി കാണേണ്ട വിഷയമാണിത്. സമൂഹം അതിന്റെ ഈ ഔപചാരികമായി കടന്നു വരുന്ന ഭാര്യ ഭർത്തൃ ബന്ധത്തിനപ്പുറം പെണ്ണിനെ സ്വീകരിക്കുക, എന്നിട്ടോ അവർക്ക് വലിയ സ്വീകരണങ്ങൾ നൽകുക. അതും എവിടെ? ഒരു മഹത്തായ കുടുംബത്തിന്റെ വിവാഹ ചടങ്ങിൽ ഇത്തരം കപ്പിൾസുകളെ കൊണ്ടുവന്നു. അതുപോലെ ഒരു വിവാഹത്തിന്റെ കുടിയിരിക്കലിനൊക്കെ മുസ്ലിം നാമധാരികൾ പോലും ഇങ്ങനെ ചെയ്യുമ്പോ സുബ്ഹാനല്ലാഹ്, എങ്ങോട്ടാണ് ഈ കോമിന്റെ അവസ്ഥ? ആരെയാണ് ഇവർ കൊണ്ടുവരുന്നത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അടക്കം വളരെ ശക്തമായ താക്കീത് നൽകിയ, നിങ്ങൾ അത്തരം ചെയ്തികളോട് അടുത്തു പോകരുത് എന്ന് വളരെ കാർക്കശ്യമായി പറഞ്ഞ് അതിനെ ഖുർആനിൽ പോലും വളരെ വ്യക്തമായി പറഞ്ഞവർക്ക് മുസല്ല വിരിച്ച് അവരെ ആനയിക്കപ്പെടുന്ന മുസ്ലിം നാമധാരികളുടെ കാലഘട്ടത്തിൽ അത്തരം ലെസ്ബിയൻ കപ്പിൾസുകൾക്കും ഗേ കപ്പിൾസുകൾക്കും സ്വീകരണം കൊടുത്ത് തങ്ങളുടെ മഹത്തായ മൂല്യമത്തായ വിവാഹ ചടങ്ങുകളും കുടുംബത്തിന്റെ കുടിയിരിക്കൽ ചടങ്ങുകളും മലീമസമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ഓർമ്മ വരുന്നത് മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം. ആ സമുദായത്തിൽ അദ്ദേഹം അനുഭവിച്ച പ്രയാസമാണ് വളരെ നമുക്കൊക്കെ അറിയാവുന്ന ചരിത്രമാണ്. ഇന്ന് ഞാൻ പറയാൻ കാരണം LGBTQ+ ഒരു വലിയ അതിപ്രസരണമാണ്. ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ അങ്ങനെ പറഞ്ഞ് ഇനി പ്ലസ് ഇട്ടിരിക്കുന്നത് ഒരു പക്ഷേ മനുഷ്യന് ഭാവി കാലഘട്ടത്തിൽ വേറെന്തിനോടെങ്കിലും ചിന്ത തോന്നിയാൽ അതിലേക്ക് കൂടി ഈ അക്ഷരങ്ങൾ നീട്ടിക്കൊണ്ടുപോകാനാണ്. ഒരു കാലഘട്ടത്തിൽ ക്യൂ കഴിഞ്ഞ് അവിടെ അവസാനിച്ചിരുന്ന ഒരാൾ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ക്യൂ കഴിഞ്ഞ് I+ എന്ന് പുരോഗമന ചിന്തകൾ അതിനെ വായിക്കുകയാണ്. അതിനെ മുസല്ലയിട്ട് സ്വീകരിക്കുന്ന മുസ്ലിം സമൂഹമാണ്. അതാണ് നമുക്ക് വേദനാജനകം. നമ്മൾ ദീൻ പഠിക്കുന്നവരാണ്. നമ്മുടെ മക്കൾക്ക് പോലും ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടവരാണ്. പക്ഷേ അത്തരം ആളുകൾ പോലും വളരെ മൂല്യമത്തായ വിവാഹ ചടങ്ങുകളിലും കുടുംബത്തിന്റെ കുടിയിരിക്കൽ ചടങ്ങുകളിലൊക്കെ ഇവരെ ഗസ്റ്റ് ഹൗസുകളിലേക്ക് സ്വീകരിക്കപ്പെടുന്ന വളരെ സങ്കടകരമായ അവസ്ഥയാണ്. ഇത് ശാസ്ത്രം വളരെ തെളിയിച്ചതാണ്. ഇതൊരു മനോരോഗമാണ്. ഇത് വെറും മനോരോഗമാണ്. ഇത് ചികിത്സിച്ച് മാറ്റേണ്ടതാണ്.
അല്ലെങ്കിൽ ഇത്തരം ആളുകളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തേണ്ടതാണെന്ന് ആധുനിക സയൻസ് ടെക്നോളജികൾ അവരുടെ പഠനങ്ങൾ പറയുന്നു. കാരണം ഇതൊരു വലിയ സമൂഹത്തിന്റെ വിപത്തിലേക്കാണ് കടന്നു പോകുന്നത്. മനുഷ്യന്റെ ഈ ദുർബല വികാരങ്ങളെ മഹത്വവൽക്കരിക്കുമ്പോൾ ഒരു പുതിയ തലമുറ ജനിക്കുന്നത് കുടുംബം വഴിയാണ്, ഭാര്യ-ഭർത്തൃബന്ധം വഴിയാണ്. ആ ഭാര്യ-ഭർത്തൃബന്ധം ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു മഹത്തായ സംസ്കാരത്തിനും അതിവിടെ രാഷ്ട്രീയത്തിന്റെയും ദേശീയതയുടെയും പിന്നീട് ഈ ലോകത്തിന്റെയും ഒരു മഹത്തായ ചൈതന്യത്തെ മുറിച്ചു കളയുമെന്ന് ആധുനിക സയൻസിന്റെ പുതിയ പഠനങ്ങൾ പറയുകയാണ്. ഇത്തരം മനോരോഗങ്ങൾ നിങ്ങൾ നോക്കൂ. മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ സമുദായത്തിൽ സദോം എന്നാണ്, സദോമിസ്റ്റുകൾ, ഇംഗ്ലീഷിൽ സദോമിസ്റ്റുകൾ എന്നാണ് അവരെ ഇന്നും നമുക്ക് വായിക്കാൻ കഴിയുന്നത്. എന്തായിരുന്നു അവരുടെ പ്രത്യേകത? അവർക്കും ഇതുപോലെ തന്നെ പുരുഷൻ സമീപിക്കുന്ന ഒരു സംജാത കാലഘട്ടത്തിൽ മഹാനായ പ്രവാചകൻ അവിടേക്ക് ഇറക്കിയ പ്രവാചകൻ മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാം വളരെയധികം സങ്കടപ്പെട്ട ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അങ്ങനെ ആ സമൂഹത്തെ പരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ യുവകോമളന്മാരാക്കി ആ സമൂഹത്തിൽ ഇറക്കിയ സന്ദർഭം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. വലമ്മാ ജാഅത് റസൂലുനാ ലൂത്തൻ ആ ലൂത്ത് നബിയുടെ കോമിലേക്ക്, ഈ മോശപ്പെട്ട ഈ ആളുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദൂതന്മാരെ ഇറക്കിയ സന്ദർഭത്തിൽ ഈ യുവകോമളന്മാർ വന്നപ്പോൾ തന്നെ ലൂത്ത് നബിക്ക് മനസ്സിലായി, ഇതെന്തോ മോശപ്പെട്ട ദിവസമാണ്, ഇന്നെന്തോ ഫിത്ന നടക്കാനുണ്ട് എന്ന് പറയുന്നപ്പോ ആ നാട്ടിലെ ചെറുപ്പക്കാർക്ക് കൂട്ടം കൂടിയിട്ട് ഈ യുവകോമളന്മാരെ സമീപിക്കാൻ ഒരുങ്ങിയപ്പോ മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, യാ ഖൗമി ഹൗലായി ബനാതി അത്ഹറു ലക്കും, നിങ്ങൾക്ക് ഇതല്ല നല്ലത്, നിങ്ങൾക്ക് നല്ല പരിശുദ്ധമതികളായ പെൺകുട്ടികളെ ഈ നാട്ടിൽ നിന്ന് കെട്ടിച്ചു തരാമെന്ന് പറഞ്ഞ് മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാം അവർക്ക് മുന്നിൽ ഒരു വളരെ വേദനാജനകമായ പ്രസംഗം നടത്തിയപ്പോ അവിടെ ബനാത്തി എന്ന് പറയാൻ കാരണം, ബനാത്തി എന്ന് മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാം ആ ഖൗമിന്റെ പ്രവാചകനാണ്. അതുകൊണ്ട് ആ ഖൗമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ നാട്ടിലെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു തരാമെന്ന് പറഞ്ഞപ്പോ അവർ പരിഹാസത്തോടെ ഞങ്ങൾക്കതിന് സമ്മതമില്ല എന്ന് പറഞ്ഞൊരു സന്ദർഭം ഉണ്ടായിരുന്നു. ആ സമയത്ത് മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാം അവരോട് തിരിച്ചു ചോദിച്ച ചോദ്യമുണ്ട്, അലൈസമിക്കും റജുലുൻ റശീദ്, നിങ്ങളിൽ ഒരു വിവേകമുള്ള ഒരു പുരുഷനുമില്ലേ? വിവേകത്വമുള്ള തന്റെ ഇടമുള്ള പുരുഷൻ എന്ന് പറയാവുന്ന ഒരാളുമില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇത് തന്നെയാണ് ഇന്ന് സമൂഹത്തിൽ നമുക്ക് ചോദിക്കാനുള്ളത്. ഇത്തരം സമൂഹത്തിന്റെ ജീർണതകളെ അത് മഹത്വവൽക്കരിച്ചു കൊണ്ടുവരുമ്പോൾ ഇതിനെയൊക്കെ ഒരു പരിഹാസ്യരൂപേണ കാണേണ്ടത് ഇവർക്കൊക്കെ വലിയ സ്റ്റേജ് കെട്ടിക്കൊടുത്ത് അത് സോഷ്യൽ മീഡിയയിലും അതുപോലെ മീഡിയകളിലും പബ്ലിക് ചെയ്തുകൊണ്ട് തന്നെ ഇവരെ സമൂഹത്തിന്റെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ നമ്മളിൽ നിന്നും ഒരു ആണത്വമുള്ള ആൺകുട്ടികളില്ലേ ഇതിനൊന്നും പ്രതികരിക്കാൻ. കാരണം ഇത് സമൂഹത്തിൽ ഉണ്ടാക്കി വെക്കുന്ന വിപത്തുകൾ എന്താണ്? ഒരാണും വിവാഹം കഴിക്കുക, പെണ്ണും വിവാഹം കഴിക്കുക, എന്നിട്ട് അവർ നാളെ സോഷ്യൽ മീഡിയയിൽ അവർക്ക് വലിയ പബ്ലിസിറ്റി നേടുക, മില്യൺ വ്യൂസുകൾ നേടുക, അതിലേറെ വലിയ പബ്ലിസിറ്റി കൊടുക്കാൻ ഈ സാക്ഷരതരായ നമ്മുടെ മലയാളികളെ കിട്ടും. ഇതിനേറെ വലിയ നമ്മളിലൊന്നും ആണത്വമില്ല ആൺകുട്ടികളില്ലേ എന്ന് ചോദിച്ചാൽ എന്താണ് പറയാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതൊക്കെ ഒരുപാട് പഠനങ്ങൾ കഴിഞ്ഞു പോയതാണ്. ഈ വിഷയങ്ങളിലൊക്കെ ഒരുപാട് പഠനങ്ങൾ യൂപിഎ ഗവൺമെന്റിന്റെ കാലത്താണ് ഇതേ പ്രകാരം ഒരു സ്വർഗരതി അത് അനുവദനീയമാക്കണമെന്ന് പറഞ്ഞ് കേസുമായി കടന്നു വന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു യൂപിഎ ഗവൺമെന്റിന്റെ കാലഘട്ടം. അന്ന് ഇതിനെക്കുറിച്ച് വളരെ വൈകാരികമായി പഠിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് തന്നെ അന്നത്തെ സോളിസിറ്റർ ജനറൽ
അദ്ദേഹം ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് പറഞ്ഞു, ഇത് ഒരിക്കലും ഇവിടെ സാധ്യമാവാൻ പോകുന്ന കാര്യമല്ല. കാരണം ലോകത്ത് ആദ്യമായി എയ്ഡ്സ് രോഗം രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഇത്തരം സ്വർഗരതിക്കാരുടെ ശരീരത്തിൽ നിന്നാണ്. അതിന്റെ അണുബാധ കണ്ടെത്തിയതെന്ന് വളരെ ഇതിന്റെ പിന്നാമ്പുറങ്ങളിലൂടെ ചർവണം നടത്തി പഠനം നടത്തിയ അന്നത്തെ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഇതിലേക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായി. പിന്നീട് അതൊക്കെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് അത് നിർത്തിവെച്ച് സ്വർഗരതി പാടില്ല. പിന്നീട് ഗവൺമെന്റുകൾ മാറി വന്നു. സദാചാര മൂല്യം എന്ന് പറഞ്ഞ് ഇതിന് കയ്യൊപ്പ് ചാർത്തുന്നവർ അതിന് പ്രോത്സാഹനം നൽകി ഇന്ന് സ്വർഗരതി അനുവദനീയമാക്കിയ ഒരു രാജ്യ ഭരണകൂടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് ഈ കുടുംബങ്ങളെ ശിഥിലപ്പെടുത്തുന്ന ഇത്തരം പ്രവണതകൾക്ക് നേതൃത്വം നൽകുന്ന ഇത്തരം പ്രതിനിധികൾ ഭരണകൂടങ്ങളിൽ കയറിയാൽ എന്ത് സംഭവിക്കുമെന്നതിനുള്ള യഥാർത്ഥ തെളിവാണ് ഇത്തരം സന്ദർഭങ്ങൾ. അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ സമയമാണ്. പ്രതിനിധികളെ നമ്മുടെ ഈ ദേശത്തു നിന്ന് അയക്കുമ്പോഴും പഞ്ചായത്തിൽ നിന്ന് അയക്കുമ്പോഴും ജില്ലയിൽ നിന്ന് അയക്കുമ്പോഴും അത് നമ്മുടെ ഭരണഘടന നമുക്ക് നൽകിയ ധാർമ്മിക അവകാശ ബോധങ്ങൾ നമുക്ക് നൽകുന്നവരാണോ എന്ന് 1000 വട്ടം ചിന്തിച്ചതിന് ശേഷമേ വോട്ട് ചെയ്യാവൂ. ഒരു പക്ഷേ മഹാനായ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദ 1989 പറഞ്ഞ വാക്കുകൾ ഞാൻ കടമെടുത്ത് പറയുകയാണ്. നമുക്ക് ഇവിടെ ആരാധന നിർവഹിക്കണമെങ്കിൽ തലയുണ്ടെങ്കിൽ അല്ലടോ തക്ബീർ ചൊല്ലാൻ നിനക്ക് സമയം കിട്ടൂ എന്ന് മഹാനായ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദ അന്ന് ആ സമ്മേളനത്തിൽ പ്രസ്താവിച്ചതുപോലെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ നമുക്ക് മതസ്വാതന്ത്ര്യത്തിനുള്ള അംഗീകാരം വേണം. അതുപോലെ തന്നെ ഈ സമൂഹത്തിന്റെ കുടുംബങ്ങളെ ശിഥിലമാക്കുന്ന ഇത്തരം ജെൻഡർ ന്യൂട്രാലിറ്റി തിയറികളൊക്കെ കൊണ്ടുവരുന്ന ഇതൊക്കെ അടിച്ചേൽപ്പിക്കുന്ന തിയറികളെ അടിച്ചേൽപ്പിക്കുന്ന അത്തരം ഭരണകൂടങ്ങളെ നമ്മൾ അവരെ മാറ്റി നിർത്തി ഒരു പുതിയ മഹത്തായ പാരമ്പര്യ സംസ്കാരത്തിൽ മുറുകെ പിടിക്കാൻ സന്നദ്ധരാക്കുന്ന ഭരണ പ്രതിനിധികളെ നമ്മൾ അങ്ങോട്ട് അയക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതിന് ഈ പഞ്ചായത്ത് മുതൽ തുടങ്ങണം. അങ്ങനെ തന്നെയാണ് അവിടെ നമ്മൾ അനൈക്യങ്ങളോ അതിന്റെ സ്വരങ്ങളോ ഒക്കെ മറച്ചു വെക്കേണ്ടി വരും. നമ്മൾ ഒത്തൊരുമയോടെ നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളും ഒത്തുതീർന്നത് കൊണ്ട് തന്നെ ഒത്തുതീർപ്പാക്കാത്ത വിഷയങ്ങളുണ്ടാകും. പക്ഷേ അതൊന്നും നമ്മുടെ ഭാവി തലമുറയുടെ ആ ജാഗ്രതക്ക് കോട്ടം വരാൻ പാടില്ല. കുട്ടികൾ നമ്മളെ ചോദിക്കാൻ ഞാൻ ഇതിന്റെ വിഷയം പറയാൻ കാരണം ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞതുപോലെ ദേശീയ വിദ്യാഭ്യാസ നയം അത് അടിച്ചേൽപ്പിക്കാൻ പോകാൻ ജെൻഡർ ന്യൂട്രൽ തിയറി കഴിഞ്ഞ ഏതാനും 4 വർഷങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് കേരളത്തിൽ ആദ്യമായി ജെൻഡർ ന്യൂട്രൽ തിയറി നടപ്പാക്കിയത് കോഴിക്കോട് സ്കൂളിലാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, എങ്ങനെ അവർ നടപ്പാക്കിയത്? എല്ലാ കുട്ടികൾക്കും ഒരേ യൂണിഫോം നൽകിയിട്ട് ഇതാണ് ഞങ്ങളുടെ സദാചാരം എന്ന് പറഞ്ഞുകൊണ്ട് ആണിനെയും പെണ്ണിനെയും വേർതിരിക്കാൻ കഴിയാത്ത വിധത്തിൽ എല്ലാവർക്കും ഒരേ യൂണിഫോം നൽകി. ഇതാണോ? അതെ, ആണാണ്. പെൺകുട്ടിയെ ചൂണ്ടി ഇവൾ ആണാണോ എന്ന് പറഞ്ഞാൽ ആണാണ് എന്ന് വളർന്നു വരുന്ന പിഞ്ചു ബാല്യങ്ങളുടെ ആ ഹൃദയത്തിലേക്ക് കുത്തിവെക്കാൻ വേണ്ടി അവർ നടപ്പാക്കിയ തിയറിയാണ് യൂണിഫോം ഏകീകരണം. അതുകൊണ്ട് എന്തുണ്ടായി? ടോയ്ലറ്റിൽ പോകുമ്പോൾ ജെൻഡർ അവിടെ വ്യത്യാസമില്ല. സ്ത്രീ പോകുന്ന ടോയ്ലറ്റിൽ പുരുഷനും പോകാം, പുരുഷൻ പോകുന്ന ടോയ്ലറ്റിൽ സ്ത്രീകൾക്കും പോകാം. ഇങ്ങനെ സമൂഹത്തിന്റെ ആ മഹത്തായ സംസ്കാരത്തെ എടുത്തു കളയുന്ന ഇത്തരം ചിന്തകളെ അതിനെ നിദാനം വെക്കുന്നവരെ നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ മഹത്തായ ജനനിദാനം ഏർപ്പെടുത്തണമെന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 25 of the Indian Constitution guarantees the fundamental right to freedom of religion. നമുക്ക് 25 ആർട്ടിക്കിൾ പ്രകാരം വളരെ മഹത്തായ സ്വാതന്ത്ര്യത്തിനുള്ള അധികാരമാണ്. അതുകൊണ്ട് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന, ഇതിനൊക്കെ തകർത്ത് തരിപ്പണമാക്കുന്ന ഏതെങ്കിലും അത്തരം വ്യക്തികളോ അത്തരം ചിന്തകൾക്കോ നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ അവരെ നമ്മുടെ മഹത്തായ വോട്ടവകാശം രേഖപ്പെടുത്തണമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭരണകൂടത്തെ നമ്മുടെ മഹാന്മാർ എങ്ങനെയാണോ നമുക്ക് കാണിച്ചു തന്നത് അതുപോലെ
അവസാനം വരെ നമ്മുടെ മക്കളിലേക്കും മക്കളുടെ മക്കളിലേക്കും അങ്ങനെ കടന്നു വരാൻ ഈ മഹത്തായ ഇന്ത്യ സംസ്കാരത്തെ ലോകമൊട്ടാകെ പ്രശോഭിച്ച് കാണിച്ചു കൊടുക്കാൻ വരും തലമുറയിലൂടെ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.